ആത്മീയ വഴികാട്ടി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻ വീഡിയോകൾ നിങ്ങൾ കേട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ജീവിതാനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നതെങ്കിലും ഇതിലൂടെ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. പറഞ്ഞു നിർത്തിയിരുന്നത് ജീവിതം വഴിമുട്ടി നിന്ന സന്ദർഭങ്ങളെക്കുറിച്ചായിരുന്നല്ലോ. രാത്രി പ്രാർത്ഥനയിൽ കാണിച്ചു തന്ന ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. പോകാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും കർത്താവ് പറഞ്ഞിട്ടല്ലേ എന്തു വേണമെങ്കിലും ഉണ്ടാകട്ടെ. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ സ്വീകരണം എൻ്റെ മനം തണുപ്പിച്ചു. കർത്താവ് അവരിലൂടെ പ്രവർത്തിച്ചു. എൻ്റെ മകളുടെ വിദ്യാഭ്യാസവും മകൻ്റെ ചികിത്സയും അവർ ഏറ്റെടുത്തു. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ടാകും, പണം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നു എന്ന്. അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിയെയും മാറ്റാൻ കഴിയില്ല. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു മതമല്ല. ഇത് ഓരോ മനുഷ്യൻ്റെയും ജീവിതം കൊണ്ടുപോകേണ്ടുന്ന മാർഗമാണ്. മതം മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ അത് നിൽക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിന്മേലാണ്. ഇവിടെ കറകളഞ്ഞ നിസ്വാർത്ഥ സ്നേഹത്തിന്മേൽ നിൽക്കുന്നതാണ്. ഇവിടെ പുരോഹിതരില്ല, വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. എല്ലാവരും സഹോദരതുല്യം സ്നേഹത്തിന്മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ തന്നെ. യാക്കോബ് 2:15 പറയുന്നു, ഒരു സഹോദരനെയോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതിനാൽ സ്വതവേ നിർജീവമാകുന്നു. അന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടാണ് അവർ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത്. ക്രിസ്തുവിൻ്റെ നിയമം അനുഷ്ഠിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇത് ഭാരതത്തിൻ്റെ മുദ്രാവാക്യമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സുവിശേഷ പ്രതിയോ എന്തെങ്കിലും ഒരു ആശയമോ ഒരു ഹൈന്ദവനോ മുസൽമാനോ കൊടുത്താൽ അതെങ്ങനെയാണ് മതപ്രചരണമാകുന്നത്? ഇത് തികച്ചും ആശയങ്ങളാണ്, ഹൃദയങ്ങൾ കൈമാറേണ്ട ആശയങ്ങൾ തന്നെ. മതങ്ങളിലുള്ളത് ആശയങ്ങളല്ല, ആചാരങ്ങളാണ്. അതിനവർക്ക് പണം വേണം. അതിനാണ് ഭണ്ണാരങ്ങളും നേർച്ചപ്പെട്ടികളും. എവിടെയെങ്കിലും ഒരു വിഗ്രഹമുണ്ടോ അവിടെയും ഉണ്ടാകും ഒരു ഭണ്ണാരം. ഇതുകൊണ്ട് പാവങ്ങളുടെ അടുക്കളയിൽ കഞ്ഞി തിളയ്ക്കുമോ? ചോർന്നൊലിക്കുന്ന കുടിലുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യ മക്കളിലേക്ക് ഈ പണപ്പെട്ടി ഒഴുകുമോ? പള്ളികളിലെയും അമ്പലങ്ങളിലെയും പ്രതിമകൾ ഒരിക്കലും നനയരുത്, ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ ജീവിച്ചു കൊള്ളണം എന്ന് അവരുടെ ഉള്ളങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ മതപണ്ഡിതന്മാർ. അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് പോലും കൈവിട്ടു വാരുന്ന ദൈവങ്ങളാണ് ഇവിടെ നമുക്കുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ കണ്ടു. പ്രായമായിട്ടും ജീവിക്കാൻ വേണ്ടി അവർ കൂലിപ്പണി എടുക്കുകയാണ്. എന്നേക്കാൾ പ്രായമുണ്ട് അവർക്ക്. കയ്യിൽ 5000 രൂപയുണ്ട്. സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, അമ്പ് കയറ്റാൻ 4000 രൂപയാണ് വരിയിട്ടിരിക്കുന്നത്. കൊടുക്കാനില്ലാത്തത് കൊണ്ട് കടം വാങ്ങാൻ പോയതാണ്. പെരുന്നാൾക്ക് അമ്പ് കയറ്റുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് എന്തോ വലിയ പുണ്യം കിട്ടുമെന്നാണ് വിശ്വാസം. ഈ അമ്പെന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സെൻറ്റ് സെബാസ്റ്റ്യനെ കൊല്ലാൻ വേണ്ടി എഴുതതിൻ്റെ പ്രതീകമാണ്. ഇത് മുത്തിയിട്ട് എന്ത് കിട്ടാനാണ്? സെൻറ്റ് സെബാസ്റ്റ്യൻ അമ്പിനാൽ തറയ്ക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഉപയോഗിച്ച് പാവങ്ങളുടെ ഹൃദയങ്ങളെ തറയ്ക്കണം. പ്രിയമുള്ളവർ, ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. നേർച്ചപ്പെട്ടിയിൽ നേർച്ച ഇടാത്തതിൻ്റെ പേരിലോ പള്ളി പണിയാനോ അമ്പലം പണിയാനോ പൂജയ്ക്കോ അനുഷ്ഠാനങ്ങൾക്കോ പണം കൊടുക്കാത്തതിൻ്റെ പേരിലോ ദൈവം ആരോടും കോപിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ജീവിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ അത് നിരസിച്ചാൽ ദൈവം കോപിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ ആരായിരുന്നാലും. എൻ്റെ അന്നത്തെ ദുരവസ്ഥ ഇടവക വികാരിയോട് പറയാതിരുന്നില്ല. പക്ഷേ ഫാദർ പ്രാർത്ഥിച്ചു വിട്ടു.
അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ അറിയാം. അവർ ഒരിക്കലും ദൈവത്തിൻ്റെ അടിമകളാണെന്ന് പറയാൻ കഴിയില്ല. അവർ കത്തോലിക്ക സഭയുടെ അടിമകളാണ്. എത്ര കത്തോലിക്കർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം എന്നറിയപ്പെടുന്ന മോശയ്ക്ക് കൽപ്പലകളിൽ ദൈവം എഴുതി കൊടുത്ത 10 കൽപ്പനകൾ പോലും സഭ മാറ്റിയിട്ടുണ്ട്. വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത് എന്ന 2ാം പ്രമാണം മാറ്റി അവസാനത്തെ പ്രമാണം 2ആക്കിക്കൊണ്ട് അവർ തിരുത്തി. അവരുടെ കാറ്റിസം പഠിക്കുന്ന കുട്ടികളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ഇത് പറയുമ്പോൾ ചിലർ പറയും, കർത്താവ് മാറ്റിയല്ലോ. 2ആക്കിയില്ലേ? കർത്താവ് 2ആക്കി. അത് സ്നേഹത്തിൽ ഒതുക്കി, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും. യേശുക്രിസ്തു പറഞ്ഞത് എല്ലാ കൽപ്പനകളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം 5:17 ഇങ്ങനെ പറയുന്നു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇത്രയും തറപ്പിച്ച് പറയുമ്പോൾ അത് മാറ്റാൻ പാടുമോ? കേൾക്കുന്നവർ തന്നെ സ്വയം വിലയിരുത്തുക. അന്ന് വളരെ ആശ്വാസത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് പോന്നത്. അതിനുശേഷം അവരുടെ സഭയിൽ ചേർന്നു. എൻ്റെ മകളെ കോയമ്പത്തൂർ സുലൂർ മൈക്കിൾ ജോബ് കോളേജിൽ ബയോടെക്നോളജിക്ക് ചേർത്തു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവർ സഹായിച്ചത് കൊണ്ടാണ് അവരുടെ സഭയിൽ ചേർന്നത് എന്ന്. ഒരിക്കലുമല്ല. കത്തോലിക്ക സഭ വിടണമെന്ന് ഒരാഗ്രഹം ഉള്ളിലുണ്ടായി. പ്രധാന കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. അന്ന് ലാലൂരിൽ എനിക്കുണ്ടായിരുന്ന കൂട്ടായ്മ പള്ളി കരിസ്മാറ്റിക് ഗ്രൂപ്പ് നിർത്തിച്ചു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പാടില്ലെന്ന ചട്ടം അവർക്കുണ്ട്. കത്തോലിക്ക സഭയിൽ നിൽക്കുന്നത് എൻ്റെ വിവാഹത്തിന് മുമ്പേ തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ പിന്നീട് എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന ഒരവസ്ഥയിലോട്ട് ഞാൻ മാറി. എൻ്റെ എല്ലാ വായനകളും തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലുള്ള അരമനയിലെ ലൈബ്രറിയിലെ ബുക്കുകളായിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാം പുണ്യവതികളുടെ ചരിത്രങ്ങൾ, സഭാചരിത്രങ്ങൾ. തികച്ചും ഒരു കത്തോലിക്ക വിശ്വാസി തന്നെ ആയി ഞാൻ മാറിയിരുന്നു. സ്വതന്ത്രമായി ചിന്തിക്കാൻ എനിക്ക് കഴിയാതെ പോയി. അപ്പോഴും കർത്താവ് വചനത്തിലൂടെ എപ്പോഴും പറയാറുണ്ടായിരുന്നു, വിഗ്രഹാരാധന പാപമാണെന്ന്. പെന്തക്കോസ്തിൽ വന്നപ്പോഴാണ് കൽപ്പനകൾ പോലും മാറ്റിയിട്ടുണ്ടെന്ന ചരിത്രം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുവരെ പാപമല്ല എന്ന് ചിന്തിച്ചിരുന്ന പ്രതിമാ വണക്കം, അതുപോലെ ദിവ്യകാരുണ്യാരാധന, സൂര്യാകൃതിയിലുള്ള അരുളിക്കയിൽ ഗോതമ്പപ്പം വെച്ച് അപ്പരൂപത്തിൽ യേശുവിനെ ആരാധിക്കുന്ന ഒരു രീതി, പിന്നെ ഖബറിട ആരാധന, ഇതെല്ലാം ഞാൻ നിർത്തി. വിശ്വാസം കിട്ടിയ സമയത്ത് തന്നെ എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു, പാപമില്ലാതെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും പ്രാപിക്കാൻ കഴിയുമെന്നുള്ളൊരു സത്യം. യേശു ക്രിസ്തു അതിനായിട്ടാണ് ബലിയായി തൻ്റെ പ്രാണനെ സമർപ്പിച്ചത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ഞാനും പറയുകയാണ്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പിതാവിനോട് എന്ത് യാചിച്ചാലും ലഭിക്കും. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ദൈവത്തോടൊന്നും യാചിക്കേണ്ട കാര്യമില്ല, എല്ലാം മുൻകൂട്ടി തന്നെ തന്നിരിക്കും. അങ്ങനെ സഭ മാറി, കുടുംബമായി തന്നെ മാറി. സാമ്പത്തികമായി പുരോഗമിച്ചു, എന്നാലും രോഗത്തിന് കുറവില്ലായിരുന്നു. സ്റ്റീറോയിഡ് ഗുളിക വർഷങ്ങൾ കഴിച്ചപ്പോൾ ശരീരം മുഴുവൻ നീല നിറങ്ങൾ കാണുക, പ്രഷർ കൂടുക, തല ചുറ്റുക, ഷുഗർ കൂടി. അപ്പോൾ ഗുളിക നിർത്തേണ്ടി വന്നു. പകരം ഇൻഹീലർ ഉപയോഗിക്കാൻ തുടങ്ങി. അളവില്ലാത്ത ഇൻഹീലർ ഉപയോഗം കാരണമാണോ എന്നറിയില്ല. ഉറക്കത്തിൽ ശ്വസനം നിന്നുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിരിക്കും. സെക്കൻഡുകൾക്ക് ശേഷം ശ്വസിക്കാൻ കഴിയും. ഇത് കൂടി വന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഇങ്ങനെ വന്നു. അന്ന് ഞാൻ തളർന്നു വീണു. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. പിന്നെ ശ്വസിക്കാൻ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു. അമല ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റാക്കി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ആസ്മ ഉള്ളതുകൊണ്ട് ഒരു ചെസ്റ്റിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, ഇത് നിസ്സാരമായി കാണരുത് എന്ന് നേഴ്സ് പറഞ്ഞപ്പോൾ എനിക്ക് അറിയുന്ന ഒരു സ്ത്രീയുടെ മരണം ഓർമ്മ വന്നു.
അവർക്ക് ശ്വസന നിൽക്കുന്ന രോഗമായിരുന്നു. അവിടെ കിടന്ന് കർത്താവിനോട് ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് അവിടുത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. ഇപ്പോൾ എന്നെ എടുക്കരുത്. ഈ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നാൽ ശേഷം ജീവിതം അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. ഈ തീരുമാനം എൻ്റെ എടുത്ത നിമിഷത്തിൽ എൻ്റെ ശരീരത്തിൽ ഒരു വിറയൽ വന്നു. ഒരു എനർജി എൻ്റെ ശരീരത്തിൽ വന്നതുപോലെ എൻ്റെ ഉള്ളിലൊരു സ്വരം, എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകും. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നീട് ഒരു രോഗിയായിട്ട് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. 2016 ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കുടുംബമായി ഷാർജയിലാണ്. മകൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നില്ല. ശേഷമുള്ള കുടുംബജീവിതത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ പോയില്ല. കർത്താവിന് വേണ്ടി ജീവിക്കണം, വാക്ക് കൊടുത്തതാണ്. എനിക്ക് സൗഖ്യമായിരിക്കുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെയും ആ അഭിഷേകത്തിൻ്റെ അലയടി എന്നിലുണ്ട്. എൻ്റെ ഉള്ളിൽ ആത്മാവ് പറഞ്ഞത് പ്രകാരം എൻ്റെ പിതൃഭവനത്തിൻ്റെ തൊട്ടുള്ള അയൽ വീട്ടിലേക്ക് ഞാൻ ചെന്നു. അവിടുത്തെ സഹോദരി തലവേദന വന്ന് കിടപ്പിലായിരുന്നു. അവർ ഒരു ഹിന്ദുവാണ്. ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ തീഷ്ണത ഉണ്ടായിരുന്നവരുമാണ്. അവരുമായി ഒത്തിരി നേരം സംസാരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് സൗഖ്യം കിട്ടി. അതിനുശേഷം അവർ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചു. അവരുമായി ചേർന്ന് സുവിശേഷ വേല ആരംഭിച്ചു. അവരുടെ വീട്ടിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. കൂടുതലും ഹൈന്ദവർ തന്നെയായിരുന്നു. ഞാൻ കൂടുതൽ തിരക്കിലായി. വീട്ടിലെ ജോലികൾ രാവിലെ തന്നെ തീർത്ത് ദൈവവേലയ്ക്കിറങ്ങും. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന വീടുകളിലേക്ക് ചെല്ലും. അവിടെ പ്രാർത്ഥിക്കും. വചനമെടുത്തുള്ള കൗൺസിലിംഗ്, അതിലൂടെ അവർക്ക് ആശ്വാസവും വിശ്വാസവും ലഭിച്ചു. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. ഞങ്ങൾ 2 സ്ത്രീകളെ കൊണ്ട് എന്തു ചെയ്യും? ഞങ്ങൾക്ക് സഭയില്ല. മരിച്ചാൽ അടക്കം ചെയ്യാൻ സെമിത്തേരിയില്ല. അതുകൊണ്ട് മറ്റു സഭകളെ ആശ്രയിക്കേണ്ടി വന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നവരെ പല സഭകളിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നു. ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, ദൈവവേല തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം പിന്നോട്ട് പോയി. വ്യക്തിപരമായി പ്രാർത്ഥിക്കാനോ ഡയറി എഴുതാൻ പോലും സമയമില്ലാതായി. ചിലപ്പോൾ ആസ്മയുടെ ചെറിയ ശല്യമുണ്ടാകും. പൂർണ്ണമായി ആസ്മ മാറിയിരുന്നതായിരുന്നു, മരുന്നുമില്ലായിരുന്നു. എന്നാൽ എന്നെ മറക്കാതിരിക്കാനാകാം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കഫശല്യം എനിക്ക് വരും. അപ്പോൾ മരുന്ന് കഴിക്കും, കൂടുതലാകാറില്ല. പക്ഷേ എൻ്റെ ആത്മീയ നിലവാരം താണുപോകുന്നതനുസരിച്ച് ഞാൻ പാപം ചെയ്യുന്നത് കൂടി വന്നു. പൗലോസ് ലീഗ പറഞ്ഞതുപോലെ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. ഒരു രോഗം വരുന്നതിനേക്കാൾ വേദനയായിരുന്നു പാപം ചെയ്തു പോകുന്നതിൽ അന്ന് എനിക്കുണ്ടായിരുന്നു. അന്നല്ല, എന്നും എനിക്കുള്ളത്. അപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പുറത്തുനിന്നും അകത്തുനിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതവും കുടുംബജീവിതവും ആടി ഉലയാൻ തുടങ്ങി. ഞാൻ തീർത്തും നിങ്ങളോടൊരു കാര്യം പറയുന്നു. നമ്മിലെ ജഡത്തെ മരിപ്പിക്കാതെ ഒരിക്കലും ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. ഇതിന് തന്നെ ഒരു ക്രമമുണ്ട്. മാത്രമല്ല, ഇതെല്ലാം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവുമായി ചേർന്ന് ചെയ്യണം. ഞാൻ ചേർന്ന് ചെയ്തത് പരിശുദ്ധാത്മാവുമായി ആയിട്ടല്ലായിരുന്നു, ആ സഹോദരിയുമായി ചേർന്നായിരുന്നു. രാത്രി വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സാധ്യമല്ലാത്ത തിരക്ക്. അപ്പോഴും പാതിരാ വരെ ഫോൺ അറ്റൻഡ് ചെയ്യണമായിരുന്നു. എല്ലാത്തിൽ നിന്നും തലയൂരണം എന്നൊരാഗ്രഹം കർത്താവിനോട് പങ്കുവച്ചു. അങ്ങനെ മകളുടെ അടുത്തേക്ക് പോകാൻ കർത്താവ് സഹായിച്ചു. കൂട്ടായ്മ ഒരു സഹോദരനെ ഏൽപ്പിച്ചു. അദ്ദേഹം അസിസ്റ്റൻറ്റ് പാസ്റ്ററായി സേവനം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ ഷാർജയ്ക്ക് പോയി. പക്ഷേ അവിടെയും എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. എന്നോട് തിരിച്ചു വരണമെന്ന് കൂട്ടായ്മ അംഗങ്ങളുടെ ആവശ്യം. മകളുടെ കുഞ്ഞിനെ നോക്കാനാണ് പോയത്. അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നു. വീണ്ടും ശുശ്രൂഷ ഏറ്റെടുത്തു. കാരണം ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ച സഹോദരനെ ഇവർ തന്നെ പറഞ്ഞു വിട്ടു. സഹോദരിയുടെ വീട്ടിൽ ബുധനാഴ്ചകളിൽ കൂട്ടായ്മ നടത്തുകയും സൺഡേയിൽ സഭകളിൽ ആരാധനയ്ക്ക് പോവുകയും ചെയ്തു. അപ്പോഴും കർത്താവ് എന്നോട് പലപ്പോഴും പറയാറുള്ള ആ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. നീ ഒരു മുന്തിരി ഫലത്തിൽ നിന്നും കഴിക്കരുത്. ഇതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് മുമ്പേ
എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സഭകളിൽ നിന്നും കർത്തുമേശ എടുക്കരുത് എന്നാണ്. എന്നാൽ പ്രവർത്തിക്കാൻ സന്ദർഭങ്ങൾ കിട്ടിയപ്പോൾ കൂട്ടുവിശ്വാസികളുടെ ഒപ്പം നിൽക്കേണ്ടതിനുള്ള ആവശ്യം വന്നപ്പോൾ ഇത് ഞാൻ മനഃപൂർവ്വം അവഗണിച്ചു. പിന്നീട് കൂട്ടായ്മയിൽ വിള്ളൽ സംഭവിച്ചപ്പോൾ ഞാനെല്ലാം നിർത്തി. പിന്നെ കോവിഡ് ആ കാലം വന്നു. അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവുമായി കൂടുതൽ ഇടപഴകാൻ കഴിഞ്ഞു. അങ്ങനെ ജഡത്തെ മരിപ്പിക്കാനുള്ള ടെക്നിക്ക്, ആത്മീയ ടെക്നിക്ക്, ഞാൻ അങ്ങനെയാണ് അതിനെ പറയുക. കാരണം അത് എനിക്കങ്ങനെ പറയാനാണ് ഇഷ്ടം. അതൊരു നാം തന്നെ ശരിക്കും അത് ഒരു മനസ്സ് വെച്ച് ചെയ്യേണ്ടതാണ്. അത് സ്വയം ഇങ്ങനെ വരുന്നതല്ല, നമ്മൾ അതിന് ഒരു മനസ്സ് വയ്ക്കണം. ആ ടെക്നിക്ക് ആത്മാവ് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഹോളി യോഗ എന്ന് പേരിട്ട് ഒരു പുസ്തകം എഴുതി. അത് ഇറക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ളവർക്ക് ബുക്കായും അകലെയുള്ളവർക്ക് PDF ആയിട്ടും തരാം. ഒരു സ്ത്രീക്ക് ശുശ്രൂഷ നടത്താൻ പാടില്ല, വീടുകളിൽ ആരാധന നടത്തരുത്, ഇങ്ങനെ ഒത്തിരി ആക്ഷേപങ്ങൾ എനിക്ക് നേരെ പൊന്തി വന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ജഡത്തെ മരിപ്പിച്ച് ലോക സന്തോഷങ്ങളെ വെറുത്ത് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും ശുശ്രൂഷ നടത്താൻ സാധിക്കും. അതാണ് സത്യം. പരിശുദ്ധാത്മാവ് മറ്റു സഭകളിൽ പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ കാതൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പുതിയ രീതി ആത്മാവ് എന്നെ പഠിപ്പിച്ചു. അത് പഴയ പാരമ്പര്യ രീതികളാണ് ഇന്ന് 90% ക്രിസ്ത്യാനികൾ സ്വീകരിച്ചിരിക്കുന്നത്. ശുശ്രൂഷകൻ ഒന്നെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ ഫാദർ എന്ന് വിളിക്കപ്പെടും. ഇതിൽ വരുന്നവർക്ക് തന്നെ വിശ്വാസത്തിൽ വ്യതിയാനങ്ങളുണ്ട്. ചിലർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശു തന്നെയാണ്. ചിലർക്ക് തൃത്വവിശ്വാസമാണ്. ഓർത്തഡോക്സ് സഭകൾക്ക് അവരുടെ കാനോനിക നിയമപ്രകാരം പോകുന്നു. ഇതെല്ലാം തന്നെ നമ്മെ ബന്ധനത്തിലാക്കുന്നു. പിതാവിനെ ആരാധിക്കുന്നവർ ആരും തന്നെയില്ല. യേശു ക്രിസ്തുവിനെയാണ് എല്ലാവരും ആരാധിക്കുന്നത്. എല്ലാവരും ഒന്നുകിൽ മത അനുയായികൾ അല്ലെങ്കിൽ സഭ അനുകാരികൾ. യേശു ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. തികച്ചും സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്ന ഗുരു ശിഷ്യ ബന്ധത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇടയൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ചൊരിയപ്പെട്ട കർത്താവിൻ്റെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവനിലെ അഭിഷേകം തന്നെ അവനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഒരു ഗുരു വേണ്ടേ? ഇവിടെ വ്യക്തിപരമായ വ്യക്തികളെ ആവശ്യമുണ്ട്. കാരണം ഈ അഭിഷേകം മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം കർത്താവിൻ്റെ അഭിഷേകം തുളുമ്പുന്ന പാത്രങ്ങളായാൽ മതി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾക്ക് ഗുരുവില്ല, ഫാദറില്ല, പാസ്റ്ററില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റിമറിക്കണോ? അങ്ങനെ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യണം. എല്ലാ സഭകളിലും അഭിഷക്തർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക, ഒന്നിച്ചു ചേരുക, ഒന്നിച്ചു നിൽക്കുക. റോമ 15:5 പറയുന്നത് പോലെ സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പരൈക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യുക.